പുതിയ ബൈക്ക് എടുത്തത് പ്രമാണിച്ച് ചെറിയൊരു റോഡ് ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് അടുത്തുള്ള മലേഷ്യയിലേക്കാണ് പോകുന്നത്. സിംഗപ്പൂർ നമ്മുടെ ഒരു ജില്ലയേക്കാൾ ചെറുതാണെങ്കിൽ മലേഷ്യൻ പെനിൻസുല എന്ന ഈ ഭാഗം ഏകദേശം നമ്മുടെ തമിഴ്നാടിൻ്റെയൊക്കെ അത്രയും വലിപ്പമുണ്ട്. ഈ ഒരു പാലം കടന്നാൽ മലേഷ്യയായി. കേരളത്തേക്കാൾ 3-4 മടങ്ങ് വലിപ്പമുണ്ടെങ്കിലും ഇവിടെ ജനസംഖ്യ കേരളത്തേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ തിരക്ക് കുറവാണ്. സിറ്റികളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായും പാം ഓയിൽ പനകളുടെ തോട്ടങ്ങളാണ് കാഴ്ച. ഇടയിൽ ഒറ്റപ്പെട്ട ചെറിയ ടൗണുകളും. റോഡുകളെല്ലാം വളരെ അടിപൊളിയാണ്. ഇവിടുത്തെ പെട്രോൾ വില കേട്ടാൽ ഞെട്ടും. വെറും 40 രൂപ. ആദ്യം നമ്മൾ പോകുന്നത് ചെറിയൊരു ട്രക്കിങ്ങിനാണ് കേട്ടോ. ചെറിയൊരു കുന്നാണ്. എണ്ണപ്പന തോട്ടത്തിലൂടെയാണ് നടത്തം. അരമണിക്കൂർ നടന്ന് മുകളിലെത്തിയാൽ ഇതാണ് കാഴ്ച. നല്ല നീല കളറുള്ള ഒരു തടാകം. ശരിക്കും ഇതൊരു ക്വാറിയാണ് കേട്ടോ. ഒരു മല മുഴുവൻ തുരന്ന് ചുണ്ണാമ്പ് കല്ല് മൈൻ ചെയ്യുകയാണ്. ആ ലൈംസ്റ്റോണിൻ്റെ പൊടി കലരുന്നത് കൊണ്ടാണ് ഈ വെള്ളത്തിന് നല്ല നീല കളർ. ഇതാണ് എണ്ണപ്പനയുടെ കായ. ഇതിൻ്റെ പഴത്തിൽ നിന്നും അകത്തുള്ള കുരുവിൽ നിന്നുമൊക്കെയാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് താഴെ എത്തിയപ്പോൾ അടുത്തൊരു മുരുകൻ്റെ അമ്പലം കാണാം. ഇവിടെയുള്ള തമിഴരുടെ അമ്പലമാണ്. മലേഷ്യൻ ജനസംഖ്യയുടെ 7% തമിഴരുണ്ട്. വീണ്ടും കുന്നു കയറാൻ വയ്യാത്തതുകൊണ്ട് അമ്പലത്തിൽ പോയില്ല. പിന്നെ ഇവിടൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ നാട്ടിൻപുറത്തെ ഒരു ചെറിയ കടയിൽ കയറി. നല്ല ടേസ്റ്റുള്ള കറികളും ചോറും. ആളുകളൊക്കെ നല്ല പെരുമാറ്റവും സഹായ മനസ്കതയും ഒക്കെയാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു പാം ഓയിൽ ഫാക്ടറി ഉണ്ട്. ലോറികളിൽ പാം ഫ്രൂട്ട് കൊലകളായി കൊണ്ടുവരുന്നതും കാണാം. അവിടുന്ന് നമ്മൾ പോയത് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാനാണ്. പുട്ടുവോ വില്ലേജ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഭൂരിപക്ഷം മുസ്ലിം രാജ്യമാണെങ്കിലും ഒരുപാട് ബുദ്ധിസ്റ്റ് ഉണ്ട് ഇവിടെ. 20% ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ.
നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. മുള ഉപയോഗിച്ചുള്ള പ്രത്യേകതരം കൺസ്ട്രക്ഷൻ, പിന്നെ ധാരാളം വർണ്ണാഭമായ അലങ്കാരങ്ങളും. ആരായാലും ഒന്ന് പ്രാർത്ഥിച്ചു പോകും. ഇവിടെ അടുത്ത് ബാംബു ഫോറസ്റ്റ് എന്നൊരു ഏരിയ ഉണ്ട്. ഇവിടം ടൂറിസ്റ്റുകൾക്കായി നന്നായി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ പറ്റിയ രീതിയിലുള്ള ഐറ്റംസ്. മുളയിൽ വെച്ച് ചുട്ടുണ്ടാക്കുന്ന ലഘുഭക്ഷണങ്ങളൊക്കെ ഇവിടെ കിട്ടും. വിശപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു ഐസ്ക്രീം മാത്രം വാങ്ങി. അങ്ങനെ അവിടുന്ന് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ ദെസാരു ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു. നേരെ റൂം എടുത്തിരിക്കുന്ന റിസോർട്ടിലെത്തി. ബീച്ചിനടുത്ത് തന്നെയാണ്. ചെക്ക് ഇൻ ചെയ്ത് ബീച്ചിലേക്ക് ഇറങ്ങി. കറുത്ത മണലുള്ള ബീച്ചാണ് കേട്ടോ. ശക്തി കുറഞ്ഞ തിരമാലകളാണ്. ആഴവും കുറവ്. സേഫായി കുട്ടികൾക്ക് പോലും ഇറങ്ങിക്കളിക്കാം. ഇതാണ് നമ്മുടെ റൂം. ടിയാര ദസാരു എന്നാണ് റിസോർട്ടിൻ്റെ പേര്. നല്ല സെറ്റപ്പ് തന്നെയാണ്. ബീച്ചിൽ കുളിച്ചത് പോരെങ്കിൽ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ബീച്ചിൽ വന്നാൽ സീ ഫുഡ് കഴിക്കണമല്ലോ. ലോബ്സ്റ്ററും ഓയിസ്റ്ററും സീ ഫുഡ് ഫ്രൈഡ് റൈസും ഒക്കെ ആവശ്യത്തിന് കഴിച്ചു. യാത്രയുടെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതുകൊണ്ട് കടലിലുള്ള സൺറൈസ് മിസ്സായി. എന്നാലും ചുമ്മാ ബീച്ചിലൊന്ന് പോകാമെന്ന് വെച്ചു. ദസാരുവിലെ മെയിൻ ബീച്ച് നമ്മുടെ റിസോർട്ടിൽ നിന്നും 3-4 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ. ഇതാണത്. നല്ല വെളുത്ത മണലൊക്കെയായി നീണ്ടു കിടക്കുന്ന അടിപൊളി ബീച്ച്.
ജെറ്റ് സ്കി പോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. അവിടുന്ന് നമ്മൾ ഒരു ഫാം കാണാനാണ് പോയത്. ദസാരു ഫ്രൂട്ട് ഫാം. ഒരു ATVയിൽ ഇവിടുത്തെ കൃഷിയൊക്കെ ചുറ്റിക്കാണാം. ചക്ക, മാങ്ങ, തേങ്ങ, വാഴ, ചാമ്പയ്ക്ക, റംബൂട്ടാൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പോലെയൊക്കെ തന്നെയുള്ള സ്ഥലങ്ങളും കാലാവസ്ഥയുമാണ് മലേഷ്യയിൽ. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ പ്ലാവുകളാണ്. ചക്കയൊക്കെ ചാക്കിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. മരം ചെറുതാണെങ്കിലും ചക്ക നല്ല വലിപ്പമുള്ളതാണ്. ചെറുതും വലുതുമായ വിവിധ തരം ചക്കകൾ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു പെറ്റിംഗ് ഏരിയ ഉണ്ട്. ഒരു മിനി സൂ എന്ന് പറയാം. വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളൊക്കെയാണ്. അൽപ്പാക്ക എന്ന് പറയുന്ന മൃഗമാണിത്. ഒട്ടകത്തിൻ്റെയൊക്കെ വർഗത്തിൽപ്പെട്ടവയാണ്. സൗത്ത് അമേരിക്കയാണ് സ്വദേശം. നല്ല ക്യൂട്ട് അല്ലേ? ഇത് കാപ്പിബാര എന്ന് പറയുന്ന എലികളുടെ ഇനത്തിൽപ്പെട്ട ഏറ്റവും വലിപ്പമുള്ള മൃഗമാണ്. ഇതും സൗത്ത് അമേരിക്കനാണ്. പിന്നെ ഇത് നമ്മൾ സംസാരത്തിൽ പലപ്പോഴും പറയാറുള്ള ഗിനിപിഗ്, ഗിനിപ്പന്നി. ഇത് റാക്കൂൺ എന്ന നോർത്ത് അമേരിക്കയിൽ കാണുന്ന ഒരു മൃഗമാണ്. നമ്മുടെ മരപ്പെട്ടിയുമായിട്ടൊക്കെ ഒരു സാദൃശ്യം തോന്നാമെങ്കിലും ഇത് വേറെ ഫാമിലിയാണ്. കുറുക്കൻ്റെയൊക്കെ വർഗത്തിൽപ്പെട്ടുള്ള ഒരു മൃഗമാണിത്. പേര് മറന്നു. പിന്നെ ഇവിടെ ഒരുപാട് പൂച്ചകളും പക്ഷികളും ഒക്കെയുണ്ട്. അടുത്തതൊരു ക്രോക്കഡൈൽ ഫാം കാണാനാണ് പോകുന്നത്. പക്ഷേ ഗൂഗിൾ പറഞ്ഞ വഴിയൊന്നും ഇവിടെ എത്തിയപ്പോൾ ഇല്ല. പിന്നെ ഏതിലൂടെയൊക്കെയോ കയറി എവിടേക്കോ എത്തി. ഇതാണ് ക്രോക്കഡൈൽ ഫാം. ചെറുതും വലുതുമായ ധാരാളം മുതലകൾ ഇവിടെയുണ്ട്. ലെതർ ഉണ്ടാക്കാനൊക്കെയാണ് ഇവയെ പ്രധാനമായും വളർത്തുന്നത്. പിന്നെ ഇറച്ചി കഴിക്കുകയും ചെയ്യും. ജൊഹോർ നദിയാണ് ഈ കാണുന്നത്. നദിയിൽ പൊങ്ങിക്കിടക്കുന്ന വീടുകൾ പോലെ കാണുന്നത് ഓയിസ്റ്റർ ഫാമുകളാണ്. മലേഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ജൊഹോർ നദിക്ക് കുറുകെയുള്ള ഈ പാലം. ഇതൊരു എക്സ്പ്രസ് വേയുടെ ഭാഗമാണ്.
അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിക്കാൻ നേരമായി. അവിടുന്ന് നേരെ ജോഹോർ ബഹ്റു എന്ന സിറ്റിയിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് മറ്റൊരു പാലത്തിലൂടെ സിംഗപ്പൂർ. മലേഷ്യയുടെ സിംഗപ്പൂരിനടുത്തുള്ള ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ സ്ഥലങ്ങളും ആളുകളും ഫുഡുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായും വീണ്ടും വരണം.